നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 18 വയസ്സ് പ്രായമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പെൺകുട്ടിയെ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ് നടത്തിയ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. പീഡനം നടന്നത് പ്രായപൂർത്തിയാകും മുമ്പാണ് എന്നും വിവിധ ഇടങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനമെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വർക്കലയിൽ അടക്കം ഈ പെൺകുട്ടിയുമായി ഈ സുഹൃത്ത് എത്തിയിരുന്നു. അവിടെ പല തരത്തിലുള്ള പാർട്ടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ യുവാവുമായി വർക്കലയിൽ എത്തി പോലീസ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരുന്നു. പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ച സ്ഥലങ്ങളിൽ ബിനോയുമായി പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ തെളിവെടുപ്പ് നടത്തി. പെൺകുട്ടിയുടെ അനുജനിൽ നിന്നും ഞെട്ടിക്കുന്ന മൊഴിയാണ് പോലീസിന് കിട്ടിയത്. ഇതോടെയാണ് പീഡനം നടന്നുവെന്ന സൂചനകൾ പോലീസിന് കിട്ടിയത്. പിന്നീട് നടന്ന അന്വേഷണം എല്ലാം സ്ഥിരീകരിക്കുകയായിരുന്നു. ബിനോയിയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ വീണ്ടെടുത്തു. ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് സൂചന. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടാകും. യുവാവിന് ആത്മഹത്യയിൽ പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. സൈബർ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാവുന്ന കമന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സൈബർ ടീം ഈ അക്കൌണ്ടുകൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. പെൺകുട്ടിയുടെയും ബിനോയിയുടെയും ഫോണുകൾ വിശദമായി പരിശോധിക്കും. പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യങ്ങളുള്ള കേസാണിതെന്നും പോലീസ് വ്യക്തമാക്കി. തീർത്തും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിന് ചുറ്റും വൻ മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്നും പോലീസ് തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ ഇതിലേക്ക് തൽക്കാലം അന്വേഷണം നടക്കില്ല. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി ബിനോയെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 10-നാണ് പെൺകുട്ടി വീടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജൂൺ 16-ന് രാത്രി മരിക്കുകയായിരുന്നു. നിരവധി കമന്റുകളാണ് പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ നിറഞ്ഞിരുന്നത്. വ്യക്തിപരമായ ആക്രമണമാണ് മിക്കവയും. പെൺകുട്ടി മരിച്ചതോടെ സുഹൃത്തുക്കൾ ഇതിനെല്ലാം മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ പോക്സോ കേസെടുക്കുകയും പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ആദ്യം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പല സുപ്രധാന വിവരങ്ങളും ഇല്ലായിരുന്നു. കുട്ടിയുടെ മരണശേഷമാണ് പല വിവരങ്ങളും പുറത്തുവന്നത്. ഇന്നലെ രാവിലെ മുതൽ ബിനോയിയെ ചോദ്യം ചെയ്ത ശേഷമാണ് ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിൽ വീഡിയോയും റീൽസും ഒക്കെയായി അടുത്തിടെ വരെ സജീവമായിരുന്ന തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശിയായ 18-കാരി മരണത്തിലെ ദുരൂഹതയാണ് പോലീസ് അന്വേഷിക്കുന്നത്. +2 പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ ചൊല്ലി വീട്ടിലുണ്ടായ പ്രശ്നമടക്കം ഒട്ടേറെ കാര്യങ്ങളെ ഉണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളോട് നേരിട്ട അധിക്ഷേപവും കാരണമായി എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പെൺകുട്ടിയുടെ യൂട്യൂബ് വരുമാനം ആൺ സുഹൃത്ത് തട്ടിയെടുത്തുവെന്നും സൂചനകൾ ഉണ്ട്.